ഹായ്, എല്ലാവർക്കും സുഖമല്ലേ? ഹാപ്പി ന്യൂ ഇയർ. ന്യൂ ഇയർ ആയിട്ട് ഞാൻ ഒരു പാട്ടൊക്കെ പാടി വന്നിട്ടുണ്ടായിരുന്നു. ആ പാട്ട് എത്ര ആൾ കേട്ടില്ല എന്ന് എനിക്കറിയില്ല. അങ്ങനെ ഓടിപ്പോയി കേൾക്കാൻ മാത്രമൊന്നുമില്ല. കാരണം എന്താ പറയുക, ഞാൻ പാട്ടൊക്കെ ഇങ്ങോട്ട് കോപ്പി ചെയ്തിട്ട് കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ വേറെ പാട്ട് ഇട്ട് കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ ഫുള്ള് കോപ്പി റൈറ്റ് എന്ന് പറഞ്ഞാണ്ട് പിന്നെ കാണിക്കും ഇതിവിടെ കാണിക്കാൻ പറ്റില്ല, ഈ സ്ഥലങ്ങളിൽ കാണിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാണ്ട് ഒരു കോപ്പി റൈറ്റ് എന്തോ ഒരു പണ്ടാരം വരാണ്ട്. അപ്പോൾ അതിനെക്കൊണ്ട് ഞാൻ വിചാരിച്ച് ഇപ്പോൾ ഈ 2-3 വീഡിയോ ആയി അങ്ങനെ വരുന്നത്. പാട്ട് ഞാൻ ഏതെടുത്ത് കഴിഞ്ഞാലും അങ്ങനെ കോപ്പി റൈറ്റ് ഇല്ലാത്ത പാട്ടെടുത്താലും ഉള്ള പാട്ടെടുത്താലും ഒക്കെ അങ്ങനെ തന്നെ. അപ്പോൾ ഞാൻ വായണ്ടാണ്ട് പാടാതെ അപ്പോൾ ഇനി ഇടയ്ക്കിടയ്ക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. കാരണം എനിക്ക് പാട്ടല്ലാതെ ഇടാൻ കഴിയില്ല. ഇത് പിന്നെ വെറുതെ നമുക്ക് കോപ്പി റൈറ്റിൻ്റെ പ്രശ്നമില്ലല്ലോ, അവിടെ ഒപ്പിക്കന്നെ. അങ്ങനെ പാടി പാട്ടാണ് കേട്ടോ. പിന്നെ വേറെ വിശേഷം എന്താ, വേറെ 2025 വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. സ്ഥലമൊന്നും മാറിയതിൻ്റെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു മാസം റെൻറ്റ് നിൽക്കേണ്ടി വന്നു. അതിൽ വലിയ നരകം ഞാൻ അനുഭവിച്ചിട്ടില്ല. നരകം അതിലും വലുത് അനുഭവിച്ചൊക്കെ ചെയ്തിട്ടുണ്ട്. കാരണം എന്താ, ഞാനൊരു പട്ടാളക്കാരൻ്റെ ഭാര്യ അതിനെക്കൊണ്ടേ MHൽ ഒന്ന് അഡ്മിറ്റ് ആവേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. എവിടെ സ്ഥലം എന്ന് ഞാൻ പറയില്ല കേട്ടോ. ഒരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു, ചെറുതായിട്ട് ഒരു ലാപ്രോസ്കോപ്പിയാണ്, കുറച്ച് എമർജൻസി ആയിരുന്നു. അപ്പോൾ നമുക്ക് മേലും കീഴ് ചിന്തിക്കാവുന്ന സമയമായിരുന്നു. പോവുക ഡ്രസ്സും കൂടി കൊണ്ടുപോയില്ല. പോവുക, ഒരു പിടിച്ച ഓപ്പറേഷൻ ചെയ്യുക, തിരിച്ച് വാർഡ് കൊണ്ടിടുക. വാർഡ് ചെന്നപ്പോഴല്ലേ വാർഡിൻ്റെ സ്ഥിതി അറിയണത്. വാർഡിൽ യൂറോപ്യൻ ക്ലോസറ്റൊന്നുമില്ല, ഫുൾ ഇന്ത്യൻ ക്ലോസറ്റ് ഉണ്ട്, അങ്ങറ്റത്തുണ്ട്, കുറേ അങ്ങോട്ട് നടന്നിട്ട്. പിന്നെ ഈ ഒരു വാർഡ് എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്ത് എല്ലാവരും ഉണ്ട്. ഓപ്പറേഷൻ കഴിഞ്ഞവർ മാത്രമൊന്നുമല്ല, ചുമയുള്ളവരുണ്ട്, പകർച്ചവ്യാധിയുള്ളവരുണ്ട്, ഹാർട്ടിന് കംപ്ലയിൻ്റ് ഉള്ളവരുണ്ട്, ഹാർട്ട് ഓപ്പറേഷൻ തയ്യാറെടുക്കുന്നവരുണ്ട്. അങ്ങനെ എല്ലാവരും നിറഞ്ഞ ഒരു സംഭവം. അതിൻ്റെ അകത്ത് നമ്മൾ MNSകാർ നല്ല ശ്രദ്ധിക്കും, ഡോക്ടർമാർ നല്ല ശ്രദ്ധിക്കും. പക്ഷേ അറ്റൻഡർമാർ 2-3 ആൾക്കാരുണ്ട്. ചിലവർ കട്ടടിക്കും, ചിലവർ പണിയെടുക്കും. പക്ഷേ കക്കൂസ് കഴുകാന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ടല്ലോ, ഇല്ല. ഒരു ദിവസം ഒരു പ്രാവശ്യം കഴിക്കാലായി, അങ്ങനെയായിരുന്നു. പക്ഷെ ഇവർ ചെക്കിങ്ങിന് വരുമ്പോൾ ഇവർ ടിക്കൊക്കെ ഇട്ട് പോട്ടു 2 പ്രാവശ്യം കഴിക്കുന്നു. എന്നിട്ടോ ഈ വയസ്സായ ആൾക്കാരും വയ്യാത്തവരൊക്കെ ഈ ഇന്ത്യൻ ക്ലോസറ്റിൽ ഇങ്ങനെ അപ്പിടും. വെള്ളം ഒഴിക്കില്ല, എനിക്കറിയില്ല. കാരണം നമ്മളെ നാടൊന്നുമല്ലല്ലോ, എല്ലാ നാട്ടുകാരും ഉണ്ടാവും. നമ്മൾ കയറി ചെല്ലുമ്പോൾ കാണാം എത്ര കൂനയൊക്കെ അപ്പിയും അങ്ങനെ കിടക്കണം. അയ്യോ, അതിൻ്റെ മേലെ എങ്ങനെയെങ്കിലും സൈഡും ഇതും തട്ടാതെ വെള്ളം ഒഴിക്കാതെ കക്കൂസ് കഴുകുക. ഈ സ്റ്റിച്ച് വെച്ചും കണ്ടിട്ടോ. എന്നുവെച്ചാൽ 3 പ്രാവശ്യം 3 ഭാഗത്ത് തുളച്ചിരുന്നു. അങ്ങനെ അത് വൃത്തിയാക്കുക, എന്നിട്ട് അതിൻ്റെ മേലെ ഇരിക്കുക. അങ്ങനെയൊക്കെയായിരുന്നു അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പം അതാണ് ഞാൻ പറഞ്ഞത്, അതൊക്കെ അനുഭവിച്ച എനിക്ക് അതിലും വലിയ അനുഭവമായിരുന്നു ഈ വാടകയ്ക്കൽ. അയ്യോ, അതിൻ്റെ വീഡിയോ ഒക്കെ എൻ്റെ മുന്നിലുണ്ടാവും കേട്ടോ. ആ വീടിൻ്റെ മുറ്റത്തിറങ്ങിയ ചാണകവും ഒത്തിയും കൊതും പിന്നെ കലപില 24 മണിക്കൂറും കലപിലയും പയ്യൻ്റെ കരച്ചിലും അതൊരു സ്ഥലത്തേന്നു. അതാണ് ഇപ്പോൾ ഈ 2025 എൻ്റെ മറക്കാനാവാത്ത സംഭവം. പിന്നെ എന്താ വെച്ചാൽ നല്ലതെന്ന് പറഞ്ഞാൽ കട്ടക്കിക്കണ ഫ്രണ്ട്സുകളെ കിട്ടി. അതേമാതിരി കൂടെ നിന്നും കണ്ട് കാല് വാരിയ ആൾക്കാരെ തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഒരു ഹാപ്പി ന്യൂ ഇയർ, ബൈ.